50 രൂപ വിലയുള്ള ഒരു ഇരുമ്പിന്റെ പീസ്. ഞാൻ അത് ഒരു ബ്ലാക്ക് സ്മിത്ത്, ഒരു കൊല്ലപ്പണിക്കാരന്റെ ഷെഡിൽ കൊണ്ടുചെന്ന് കൊടുത്തു. അവനോട് അതിനെ അടിച്ചു പരത്തി ഒരു കത്തിയാക്കി തരാൻ വേണ്ടി പറഞ്ഞു. അതിന് പിടിയിട്ടു. ഇപ്പോ അത് നല്ല ഷാർപ്പാണ്, നല്ല ഒരു കത്തിയാണ്. ആ കത്തിയുടെ വില ഇപ്പോ 500 രൂപയാണ്. ഇതേ ഇരുമ്പിന്റെ പീസ് ഒരു കാറിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ ലിവറായിട്ടാണ് മാറുന്നത് എങ്കിൽ അത് അതിനുവേണ്ടി ഷേപ്പ് ചെയ്യണം, അതിനുവേണ്ടി മൗൾഡ് ചെയ്യണം. ഇപ്പോൾ അതിന്റെ വില 500 അല്ല, 5000 കാരണം അത് നിൽക്കുന്നത് ഇപ്പോൾ ഒരു കത്തിയായിട്ടല്ല, ഒരു നല്ല ഒരു പക്ഷെ ഒരു ഇന്നോവ കാറിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ ആയിട്ടാണ്. ഇതേ ഇരുമ്പിന്റെ കഷ്ണം ഒരു ഫ്ലൈറ്റിന്റെ കോക്പിറ്റിനകത്തുള്ള ഒരൽപ്പം കൂടി വില കൂടിയ മറ്റൊരു പാർട്ടായി മാറുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് അതിന്റെ മുകളിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്, അത് പ്രത്യേക രീതിയിൽ ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അതിന്റെ വില 500 അല്ല, 5000 അല്ല, മറിച്ച് 5 ലക്ഷമാണ്. 50 രൂപക്ക് വാങ്ങിയ ഇരുമ്പിന്റെ കഷ്ണം പ്രത്യേക രീതിയിൽ ഷേപ്പ് ചെയ്ത് കത്തിയാക്കിയപ്പോൾ 500 രൂപ വിലയായി എങ്കിൽ അത് ഒരു വാഹനത്തിന്റെ, ഒരു സാധാരണ കാറിന്റെ പാർട്ടായി മാറിയപ്പോൾ അതിന്റെ വില 5000 രൂപയായി മാറിയെങ്കിൽ, ഒരു ഫ്ലൈറ്റിന്റെ പാർട്ടായി മാറിയപ്പോൾ, കോപ്റ്റിക്കിലെ ഒരു പീസായി മാറിയപ്പോൾ അതിന്റെ വില 5 ലക്ഷം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും നാം എന്ത് എന്നുള്ളത് ഇപ്പോൾ നാം നിൽക്കുന്ന പൊസിഷൻ അല്ല. നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ പേഴ്സണാലിറ്റിയെ ഒരുപാട് അനുഭവങ്ങളിലൂടെ, ഒരുപാട് സാഹചര്യങ്ങളിലൂടെ എത്രത്തോളം നാം ഷേപ്പ് ചെയ്ത് മൗൾഡ് ചെയ്തെടുക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വാല്യൂ കൂടും. അതുകൊണ്ട് തന്നെ ഒരു കത്തി ഉലയിലിട്ട് ഊതിക്കാച്ചി എടുത്ത് അതിന്റെ തിളക്കം കൂട്ടിയെടുക്കുന്നത് പോലെ, ഏറ്റവും ഉന്നതമായൊരു പ്രതലത്തിലേക്ക് അതിനെ എത്തിക്കുന്നത് പോലെ, നമ്മളെയും ഉന്നതമായൊരു പ്രതലത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നാം പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഷൈനിങ് സണ്ണായി മാറുവാൻ, ഒരു ഷൈനിങ് സ്റ്റാർ ആയി മാറുവാൻ നമുക്ക് സാധിക്കും. നാം ആണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉത്തരവാദി. നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് നാം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ പരമാവധി വളർത്തിയെടുക്കുക എങ്കിൽ തീർച്ചയായിട്ടും നമുക്കും വിജയം വരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്കതിന് സാധിക്കുമാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.